ഹലോ, ഇന്നൊരു പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതും ഒരു പഴയ ഓർഡറാണ്. കാര്യം ഇതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയതാണ്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ചായി അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പോൾ ഈ ഓർഡറിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഓർഡർ 200 ഗ്രാമിൻ്റെ ബീഫ് പിക്കിളും 200 ഗ്രാമിൻ്റെ ഫിഷ് പിക്കിളും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കോംപ്ലിമെൻ്ററി പാക്കിംഗ് കൂടെ വെച്ചിട്ടുണ്ട്. ഈ ഓർഡർ എന്ന് പറയുന്നത് ഒരു ഹാഫ് kg ചിക്കൻ പിക്കിളായിരുന്നു. ഇത് പൂനെയിലേക്കുള്ളൊരു ഓർഡറായിരുന്നു. പക്ഷേ ഇത് 2 മാസമായിട്ടും അവർക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ക്യാഷ് റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. എനിക്ക് DTDC നിന്ന് കിട്ടിയൊരു പണിയാണത്. പക്ഷേ DTDCക്കാർ എനിക്ക് ക്യാഷ് റീഫണ്ട് ചെയ്ത് തന്നു കേട്ടോ, അവരുടെ മിസ്റ്റേക്ക് ആയതുകൊണ്ട്. പിന്നെ അടുത്ത ഓർഡർ എന്ന് പറയുന്നത് 200 ഗ്രാമിൻ്റെ ബീഫ് പിക്കിളും ഒരു പാക്കറ്റ് ഉണ്ണിയപ്പമായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ കോംപ്ലിമെൻ്ററി പാക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഈ കസ്റ്റമറിൻ്റെ സെക്കൻഡ് ഓർഡറാണ് കേട്ടോ. ആദ്യം കൊടുത്ത പിക്കിൾ ഇഷ്ടമായിട്ട് രണ്ടാമത് തന്നിട്ടുള്ള ഓർഡറാണത്. പിന്നെ അടുത്ത ഓർഡർ എന്ന് പറയുന്നത് ഒരു 200 ഗ്രാമിൻ്റെ ബീഫ് പിക്കിളും സാമ്പാർ പൗഡറായിരുന്നു. 100 ഗ്രാമിൻ്റെ സാമ്പാർ പൗഡറും. സാമ്പാർ പൗഡറിനൊക്കെ നല്ല റിവ്യൂ ആണ് കേട്ടോ. കാര്യം നമ്മളിത് അയക്കുന്നതിന് തൊട്ട് മുൻപാണത് പൊടിച്ച് പാക്ക് ചെയ്ത് അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒന്നും പോവാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് സാമ്പാർ പൗഡറിനൊക്കെ നല്ല റിവ്യൂ ആണ് നമുക്കുള്ളത്. അടുത്ത ഓർഡർ എന്ന് പറയുന്നത് 200 ഗ്രാമിൻ്റെ ഡേറ്റ്സ് പിക്കിളും 200 ഗ്രാമിൻ്റെ ബീട്രൂട്ട് പിക്കിളും ആയിരുന്നു. ഈ സെയിം ഒരു ഓർഡർ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കസ്റ്റമർ തന്നെ അത് ഇഷ്ടമായിട്ട് നാട്ടിലുള്ള അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് സെയിം ഐറ്റംസ്. എനിക്ക് നേരത്തെ ഓർഡർ തന്നിരുന്നത് പൂനെയിലോട്ടായിരുന്നു. ആ ഓർഡർ ചെയ്ത കസ്റ്റമറിന് ഇഷ്ടമായിട്ട് നാട്ടിലുള്ള അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ സെയിം പ്രൊഡക്റ്റ് തന്നെ ഒന്നുകൂടെ ഓർഡർ ചെയ്തു. അതാണ് ഈ കാണുന്ന ഓർഡർ. പിന്നെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് 200 ഗ്രാമിൻ്റെ ഡ്രൈ മാംഗോ പിക്കിളാണ് കേട്ടോ. നമ്മൾ അടമാങ്ങ എന്നൊക്കെ പറയില്ലേ, മാങ്ങ ഉണക്കിയിട്ട് അച്ചാറിടുന്നത്. അതും പിന്നെ 200 ഗ്രാമിൻ്റെ ഡേറ്റ്സ് പിക്കിളും. ഇത് ചെന്നൈക്കുള്ളൊരു ഓർഡറായിരുന്നു. ചെന്നൈ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാമിൻ്റെ ഇഡ്ഡലി ദോശ ചട്നി പൗഡറും 100 ഗ്രാമിൻ്റെ കോക്കനട്ട് ചട്നി പൗഡർ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ കോംപ്ലിമെൻ്ററി പാക്ക് വെച്ചിട്ടുണ്ട്. ഫുൾ വെജിറ്റേറിയൻസ് മാത്രം ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ വെജിറ്റേറിയൻ പിക്കിൾ തന്നെ ആയിരിക്കും കോംപ്ലിമെൻ്ററി ആയിട്ടും വെക്കുന്നത് കേട്ടോ. പിന്നെ അടുത്ത ഓർഡർ എന്ന് പറയുന്ന ഒരു 100 ഗ്രാമിൻ്റെ ഇടിയിറച്ചിയായിരുന്നു. പിന്നെ ഇത് 1/4 കിലോയുടെ നമ്മുടെ ഇഡ്ഡലി ദോശ ചട്നി പൗഡറില്ലേ അത്, പിന്നെ 200 ഗ്രാമിൻ്റെ കൊഴുവ പിക്കിളും 200 ഗ്രാമിൻ്റെ കാന്താരിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ അച്ചാറില്ലേ അതായിരുന്നു. പിന്നെ ഒരു 1/4 കിലോയോളം ചെമ്മീൻ ചമ്മന്തിപ്പൊടിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പിന്നെ 1/4 കിലോയോളം പീനട്ട് മസാലയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ഓർഡർ എന്ന് പറയുന്നത് 100 ഗ്രാമിൻ്റെ കോക്കനട്ട് ചട്നി പൗഡറും പിന്നെ അതിനോട് കോംപ്ലിമെൻ്ററി പാക്ക് വെച്ചിരിക്കുന്നതാണ് ബീട്രൂട്ട് പിക്കിള്. പിന്നെ പുളിയിഞ്ചി 200 ഗ്രാമിൻ്റെ പുളിയിഞ്ചി ഉണ്ടായിരുന്നു. പിന്നെ 200 ഗ്രാമിൻ്റെ മാംഗോ പിക്കിള്, 200 ഗ്രാമിൻ്റെ ഞാൻ ഓർക്കുന്നില്ല, 200 ഗ്രാമിൻ്റെ ലെമൺ പിക്കിള്. ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ചിപ്സ്, ഇത് ഓണം സംബന്ധിച്ച് വന്നിരുന്ന ഓർഡറാണ് കേട്ടോ. ചിപ്സ് 1/4 കിലോയുടെ ചിപ്സ് ഉണ്ടായിരുന്നു. പിന്നെ 1/4 കിലോയുടെ കാജു കേക്ക്. ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഓർഡറിൽ ഇത്ര ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഒരു ദിവസം അയച്ചിട്ടുള്ള ഓർഡേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഞാൻ അയക്കുന്ന ദിവസങ്ങളിലെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇനി എല്ലാ വീഡിയോസും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ.